സൈലം ലേണിംഗ് അരുമ മിസ് ആണ് കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് നിങ്ങൾ എല്ലാവരും ഉത്തരങ്ങളൊക്കെ എഴുതുന്നുണ്ടെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ടാട്ടോ ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നാളെ നിങ്ങൾക്ക് എക്സാം അല്ലേ? അപ്പൊ അതാ നോക്കിക്കോ, എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ നോക്കിക്കേ, ഇവിടെ ടീച്ചർ ഒരു വട്ടമിട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ആരെ കാണുന്നുണ്ട്? ഒരു കിളിയെ കാണുന്നുണ്ടോ? ഒരു കുട്ടിക്കിളി അല്ലേ? ആ കുട്ടിക്കിളി എവിടെയാ ഉള്ളത്? കിളിയുടെ കൂട്ടിനകത്താണ് അല്ലെ? കൂട്ടിനകത്താണ് കിളിയുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിക്കേ, ഇവിടെ ആരാ ഉള്ളത്? ഒരു അണ്ണാരക്കണ്ണൻ ഇരിപ്പുണ്ടല്ലേ? അണ്ണാരക്കണ്ണൻ എവിടെയാ താമസിക്കുന്നത്? ഈ മരത്തിനകത്ത്, മരത്തിന്റെ പൊത്തിലാണ് അണ്ണാരക്കണ്ണൻ താമസിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ആരെയാ കാണുന്നത്? ഒരു മുയലച്ചനെ കാണുന്നുണ്ടല്ലേ? നല്ല ഭംഗിയുള്ള ഒരു മുയലച്ചനെ നോക്കിക്കേ നിങ്ങള്. ഈ മുയലച്ചൻ എവിടെയാണുള്ളത്? മണ്ണിനകത്തെ മാളത്തിലാണ് കാണുന്നത്. അപ്പൊ അടുത്തൊരു ചിത്രം നോക്കിക്കേ, ഇവിടെ ആരാ ഉള്ളത്? ഒരു മരത്തിനെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ? മരത്തിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ മരത്തിനകത്തുള്ള അല്ലെ? മരത്തിനകത്ത് കുറെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതാ നോക്കിക്കേ, ഇവിടെ ആരുണ്ട്? തേനീച്ച താമസിക്കുന്നുണ്ട്. ഇവിടെ ഒരു കിളിക്കുട്ടി താമസിക്കുന്നുണ്ട് അല്ലെ? ഒരു കുഞ്ഞു കിളി താമസിക്കുന്നില്ലേ? ഇതാ കുറെ ഉറുമ്പുകൾ താമസിക്കുന്നുണ്ട്. മരത്തിനടുത്തുള്ള അല്ലെ കുറെ മാളങ്ങളിൽ ഇതാ എലിയും പാമ്പും പുഴുക്കളും ഒക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ എവിടെയാ ഉള്ളത്? ഇവരൊക്കെ എവിടെയാ ഇരിക്കുന്നത്? എല്ലാരും ഒന്ന് നോക്കി പറഞ്ഞേ. ഇവരൊക്കെ അവരുടെ വീടിലല്ലേ? അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ നിങ്ങളും എവിടെയാ താമസിക്കുന്നത്? വീടുകളിൽ അല്ലെ? അപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് വീട് എന്ന് പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ വീട് എന്താണ്? വളരെ പ്രിയപ്പെട്ടതാണ് അല്ലെ? അപ്പൊ വീടിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിച്ചു വെക്കണം. അപ്പൊ നമ്മൾ എന്തിനാണ് വീടുണ്ടാക്കുന്നത്? എന്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത് എന്ന് എക്സാമിന് ചോദിക്കും. എന്തിനൊക്കെയാ നമ്മൾ വീടുണ്ടാക്കുന്നത്? സുരക്ഷിതമായിട്ട് താമസിക്കാൻ അല്ലെ? നമുക്ക് ആരെയും പേടിക്കാതെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. വീടുണ്ടാക്കിയില്ലെങ്കിലോ നമ്മുടെ സമ്പത്ത് മുഴുവൻ അല്ലേ കള്ളന്മാര് കൊണ്ടുപോയില്ലേ? യെസ്, കള്ളന്മാരിൽ നിന്ന് രക്ഷ നേടാൻ അത് മാത്രം മതിയോ? അല്ല, നമുക്ക് എല്ലാവർക്കും അല്ലെ ഒരുമിച്ച് ജീവിക്കേണ്ടേ? അച്ഛനും അമ്മയും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് താമസിക്കേണ്ടേ? അപ്പൊ അതിന് നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടുണ്ടാക്കാറുണ്ട്. പിന്നെയോ, വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നല്ല മഴയുണ്ട് അല്ലെ? മഴക്കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ മഴക്കാലത്ത് നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ വീടുണ്ടാക്കും അല്ലെ? അതേപോലെ വേനൽക്കാലത്ത് ഭയങ്കര വെയിലായിരിക്കില്ലേ? നമുക്ക് എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ വീട്ടിനുള്ളിൽ കയറി രക്ഷപ്പെടും. അപ്പൊ വീട് നമുക്ക് എന്ത് ചെയ്യും? വെയിലിൽ നിന്നും മഴയത്തു നിന്നും ഒക്കെ രക്ഷ നൽകുന്നുണ്ട് അല്ലെ? ഉപദ്രവകരമായ ജീവികളിൽ നിന്ന് രക്ഷ നേടാൻ രാത്രിയായ നിങ്ങൾക്ക് അറിയാലേ എന്തൊക്കെ ജീവികൾ വരും? പുലിയുണ്ടാവും, കാട്ടുവേ അല്ലെ? പണ്ടൊക്കെ അവര് കാട്ടിലായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണാറുണ്ടല്ലേ നാട്ടിലൂടെ പോകുന്ന എന്തുണ്ടാവും? നായ ഉണ്ടാവും, കുറുക്കനുണ്ടാവും, പാമ്പുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ പിടിക്കാൻ സാധ്യതയില്ലേ? യെസ്. അപ്പൊ ഇവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? വീട് വേണം അല്ലെ? അപ്പൊ വീടിനെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതോടൊപ്പം നമ്മൾ എന്തിനൊക്കെയാണ് വീടുണ്ടാക്കുന്നത് എന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.